2000-ന്റെ തുടക്കത്തിലാണ് വർഗീസ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടിയായി പ്രണയത്തിലാവുന്നതും. അവളെ വിവാഹം കഴിക്കണമെന്ന് അയാൾ അതിയായി ആഗ്രഹിക്കുന്നു. പക്ഷേ എല്ലാ മിഡിൽ ക്ലാസ് പയ്യന്മാരെ പോലെയും തൊഴിലില്ലായ്മ അയാൾക്കൊരു വിലങ്ങുതടിയാവുകയാണ്. ഒടുവിൽ അയാളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി അയാൾക്ക് ജോലി ലഭിക്കുന്നു. കേരള പോലീസിൽ ഒരു കോൺസ്റ്റബിളായി. ഏറെ പ്രതീക്ഷകളോടെ തൻ്റെ പ്രിയതമയെ സ്വന്തമാക്കാമെന്ന സ്വപ്നങ്ങളുമായി അയാൾ എത്തിപ്പെടുന്നത് ഒരു കാടിന്റെ വന്യതയിലേക്കാണ്. പരിചിതമല്ലാത്ത സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, മനുഷ്യർ, അവരുടെ വിപ്ലവങ്ങൾ. അവിടെ വെച്ചുണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ അയാളുടെ തോക്കിൽ നിന്നും ഒരു വെടി പൊട്ടുന്നു. അത് ചെന്ന് പതിച്ചത് സ്വന്തം മണ്ണിന് വേണ്ടി പോരാടുന്ന ഒരുവന്റെ നെഞ്ചിലുമാണ്. പിന്നീട് വർഗീസിന്റെ ജീവിതം അന്ധകാരത്തിലേക്ക് വഴിമാറുന്നു. നരിവേട്ട പറയുന്നത് ഒരു കൂട്ടം ആദിവാസികളുടെ മാത്രം കഥയല്ല. പോലീസുകാരുടെ ചൂഷണത്തിന്റെ, അധികാരികളുടെ ഇരട്ടത്താപ്പിന്റെ, ഇതിനിടയിൽ പെട്ടുപോയ പാവം പോലീസുകാരുടെ കൂടി കഥയാണ്. ഇരയും വേട്ടക്കാരനും നിയമമാകുമ്പോൾ നീതി എന്നത് വെറും കെട്ടുകഥയായി മാത്രം അവശേഷിക്കുമെന്ന് ഈ സിനിമയുടെ അവസാനം നമ്മൾക്ക് മനസ്സിലാവും. ഈ സിനിമ വെറും ഒരു എന്റർടൈനർ മാത്രമായിരിക്കില്ല. ചിന്തിക്കാനും കേരളത്തിൽ ചർച്ച ചെയ്യാനുമുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ടാവും. 2003 അരങ്ങേറിയ മുത്തങ്ങ വെടിവെപ്പും CK ജാനുവും ഒരു കൂട്ടം ആദിവാസികളും കേരളത്തിൽ ചർച്ചയാവുമെന്നത് ഉറപ്പാണ്. ഈ കഥയിൽ ക്രൂശിക്കപ്പെടുന്നത് അധികാരത്തിന്റെ തലപ്പത്തിരിക്കുന്നവനല്ല, വെടിയുതിർക്കാൻ ആജ്ഞാപിച്ചവനുമല്ല, തൻ്റെ തോക്കിൽ നിന്ന് പൊട്ടിച്ചോ ഒരു ബുള്ളറ്റിന്റെ ഉടമയായ വർഗീസ് എന്ന ചെറുപ്പക്കാരൻ മാത്രമായിരിക്കും. ഈ കഥ വർഗീസിന്റെ മാത്രമായിരിക്കില്ല. തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന ഓരോ ഇന്ത്യൻ പൗരൻ്റേത് കൂടിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞത് ട്രെയിലർ നോക്കി മാത്രമാണ്. ട്രെയിലർ ഡീകോഡ് ചെയ്താണ്. അപ്പോൾ ഇങ്ങനെ തന്നെ സിനിമ ആയിരിക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് റിലീസാവുന്ന ദിവസം തിയേറ്ററിൽ പോയി കണ്ട് ഇത് ആസ്വദിക്കാം. നായാട്ട് പോലെ പച്ച മനുഷ്യരുടെ പച്ചയായ ജീവിതം പറയുന്ന ഒരു സിനിമ ആയിരിക്കുമെന്ന് എന്തായാലും എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് വരാൻ സാധിക്കും. എന്തായാലും തിയേറ്ററിൽ ഇപ്പോൾ തന്നെ കാണാൻ ശ്രമിക്കുക, വിജയിപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.